on this little trip, you may not come back, right? അപ്പോൾ ഫ്രമ്മിൻ്റെ പുതിയ എപ്പിസോഡിൻ്റെ പ്രൊമോ എല്ലാവരും കണ്ടല്ലോ. ഇത് കണ്ടിട്ട് ജെയ്ഡ് കണ്ടെത്തിയ ആ കൂണുകൾ അത് കന്യാ പടിഞ്ഞാറും ഫൈസലും റോയൽ മാസ്റ്റേഴ്സൊക്കെ പറഞ്ഞ പോലെ നല്ല കിക്ക് കിട്ടുന്ന ഐറ്റമാണെന്ന് ഏറെക്കുറെ ഇപ്പോൾ ഉറപ്പായി. തുടക്കം തന്നെ തലയൊക്കെ കറങ്ങി നിൽക്കുന്ന ജെയ്ഡിനെയാണ് കാണിക്കുന്നത്. എന്നാൽ കൂടെ ബോയ്ഡും ഉണ്ട്. നേരത്തെ തന്നെ ഫ്രം സീസൺ 4 സ്റ്റോറി ലൈനിലുള്ള ഒരു മെൻഷനിങ് ആയിരുന്നു ഒരു ഘട്ടത്തിൽ ഈ രണ്ടുപേരും ചേർന്ന് രഹസ്യങ്ങളും സത്യങ്ങളും തേടി ഇറങ്ങുമെന്ന്. അത് മാജിക് മഷ്റൂംസിൻ്റെ ചൂട് പിടിച്ചാണെന്ന് ഓൾമോസ്റ്റ് ക്ലിയറായി. ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ ആ ട്രെയിലർ ഒന്നുകൂടി ഒന്ന് എടുത്തു നോക്കിയേ. അതിൽ നമ്മൾ ഞെട്ടിക്കുന്ന ഒരു സീക്വൻസ് ഇല്ലായിരുന്നു? ജെയ്ഡ് ടണലിലേക്ക് റാന്തലമായി കയറുന്നതും മോൺസ്റ്റേഴ്സ് അവനെ വളയുന്നതുമൊക്കെ. അതിന് പക്ഷേ റിയൽ എന്നതിനേക്കാൾ ലഹരി തലയ്ക്ക് പിടിക്കുമ്പോൾ മനസ്സിൽ വരുന്ന വിഷൻസിൻ്റെ സീനുകളാണോ എന്ന് ഇപ്പോൾ ഒരു സംശയമുണ്ട്. സംശയം മാത്രമാണ്. ട്രെയിലറിൽ ഇവൻ ടണലിലായി കാണുന്നൊരു പയ്യൻ നീല ഷർട്ട് ധരിച്ചത്. ആ ചെറുക്കൻ തന്നെയാണ് ഈ പുതിയ പ്രോമോയിൽ വയലിൻ പിടിച്ച് നിൽക്കുന്നത്. ഈ വയലിൻ വായിച്ചിട്ട് മാൻ ഇൻ യെല്ലോ വരെ ഇംപ്രസ് ചെയ്യിച്ച മുതലാണ് ജെയ്ഡ് എന്നറിയാമല്ലോ. ഇപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് വാട്ട്സ് ഓൺ യുവർ മൈൻഡ്? യെസ്, അത് തന്നെ എനിക്കും തോന്നുന്നത്. ജെയ്ഡിൻ്റെ മറ്റൊരു ജന്മം, മറ്റൊരു വേർഷൻ ആയിരിക്കാം ഈ ബോയ് ഇൻ ബ്ലൂ. നമ്മുടെ ചാനലിലെ ട്രെയിലർ ബ്രേക്ക് ഡൗൺ വീഡിയോ കണ്ടവർക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി വന്ന് കാണും. മാജിക് മഷ്റൂം ഉപയോഗിച്ചതിലൂടെ ജെയ്ഡിന് ഓർമ്മകൾ കിട്ടാൻ പോകുന്നൊരു ക്രൂഷ്യൽ ക്യാരക്ടറാകാൻ ഇതിന് ചാൻസ് ഉണ്ട്. പ്രോമോയിൽ ഡോണ ജെയ്ഡിനോട് താക്കീത് കൊടുക്കുന്നില്ലേ, തിരിച്ചു വരുന്ന കാര്യം സംശയമായ സ്ഥലത്തേക്കാണ് നീ പോകാൻ പോകുന്നതെന്നൊക്കെ. ഇത് മേ ബി മഷ്റൂംസ് അടിച്ചിട്ട് ജെയ്ഡിന് ടണലിലേക്ക് പോകാനുള്ള ഉൾവിളൊന്നാകാനൊരു ചാൻസ് ഉണ്ട്. ടണലിൽ അവർ തേടുന്നതെന്തോ അതിൻ്റെ ഉത്തരമുണ്ടാകാം. ജെയ്ഡ് ഫാൻസിന് എന്താ അതേക്കുറിച്ച് അഭിപ്രായം? അവന് തന്നെ മറ്റൊരു ജന്മമാണ് ഇടയ്ക്ക് വെച്ച് സെറ്റിൽമെൻറ്റിൽ കണ്ട ആ കണ്ണിൽ കത്തിയറച്ച ആളെന്ന് ഏകദേശം ഉറപ്പാണ്. ആങ്കുയി റിമെമ്പർ എന്ന് പറഞ്ഞ് ഒരു തലയൊട്ടിയിലായി ചോരയും കൊണ്ടടുത്തേക്ക് വരുന്നതും ആ ചോര കുടിക്കുന്നതായി കാണിക്കുന്നതൊക്കെ കണ്ടിട്ട് ഇനി ജെയ്ഡ് ആ ബ്ലഡ് മേടിച്ച് കുടിച്ചാൽ സകല ഓർമ്മകളും വരുമെന്നുള്ളത് കൊണ്ടാണോ? രക്തത്തിൽ പൂർവികരുടെ ഓർമ്മകൾ വരെ ഉണ്ടെന്നുള്ള വിശ്വാസങ്ങളുണ്ട്. ഫാത്തിമ എൽജിനെ കൊണ്ട് മണ്ണെടുപ്പിക്കുന്നത് എന്തിനാണെന്ന് ഈ പ്രൊമോ കുറച്ച് വ്യക്തമാക്കുന്നുണ്ട്. നമുക്കറിയാം ഫാത്തിമ ഒരു ആർട്ടിസ്റ്റ് ആണെന്ന്. ക്ലേ വെച്ചിട്ട് ഓരോ രൂപങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നവൾ ഇത്രയും മൺകൂന വെച്ചിട്ട് എന്തോ വലുത് നിർമ്മിക്കാനുള്ള പുറപ്പാടാണ്, അതും സ്മൈലിയുമായി ബന്ധപ്പെട്ടിട്ട്. ട്രെയിലറിലും ജസ്റ്റ് ഒന്ന് കാണിച്ചു പോയതാണ് ഇതിനെക്കുറിച്ച്. സോഫിയ സെറയുമൊത്ത് താമസമാവുന്നതോടെ അവൾക്ക് വീണ്ടും മൈൻഡിനുള്ളിൽ അജ്ഞാത വോയിസ് വരാൻ തുടങ്ങുവാണ്. ഇത് കണ്ടിട്ട് സോഫിയ മറ്റാരിലേക്കും പകർന്നു കൊടുത്തൂടെ എന്ന് ചോദിക്കുന്നുണ്ടാകാം. അതായിരിക്കണം സേറ അങ്ങനെ പറയുന്നത്. അവരെയും ടോർച്ചർ ചെയ്ത് നരകാതെ അനുഭവിക്കാനാണോ എന്ന്. ജൂലി വീണ്ടും സ്റ്റോറി വാക്കിംഗ് നടത്തുന്നതായി കാണാം. എന്നാൽ ആ വിഷ്വൽസ് കണ്ടിട്ട് അതിന് അടുത്ത് വരാൻ പോകുന്ന എപ്പിസോഡുകളാണോ എന്ന് സംശയമാണ്. കാരണം വലിയൊരു റിവീലാണ് അതിലുള്ളത്. ഒരുപക്ഷെ 8ാം എപ്പിസോഡിലോ 9ാം എപ്പിസോഡിലോ മറ്റോ വരുന്നതായിരിക്കും അത്. കാരണം ജൂലിയുടെ ഹെയർ സ്റ്റൈലിലും നല്ല വ്യത്യാസമുണ്ട്. ജിമ്മിനെ രക്ഷിക്കാൻ വന്നപ്പോഴുള്ള ആ ഒരു സമയത്തെ പോലത്തെ മുടിയാണത്. ഒരു പാരഡോക്സ് നോക്കിയാൽ ഇതുപോലെ ജിം കളപ്പുരയിൽ ദാരുണമായി കൊല്ലപ്പെട്ടത് കണ്ട് രക്ഷിക്കാൻ തുടങ്ങി ഇപ്പോൾ നടക്കുന്ന പോലെ പലവട്ടം സ്റ്റോറി വാക്കിംഗ് ചെയ്ത് ഒരു സമയത്ത് വൈകാതെ ഈ ജൂലി തന്നെയാകും വരാൻ പോവുക. ഫ്യൂച്ചർ ജൂലി എന്ന് പറയുന്നെങ്കിലും അത്ര വലിയ സമയ വ്യത്യാസമൊന്നും കാണില്ല. കേവലം ദിവസങ്ങൾക്കുള്ളിൽ തന്നെയാകും ആ ഫ്യൂച്ചർ ജൂലി പ്രത്യക്ഷപ്പെടുക. ഇപ്പോൾ പ്രൊമോയിൽ അവൾ എത്തുന്നത് ആ 1978 കൂട്ടക്കൊല സമയത്താണ്. വിക്ടർ എന്ന് ചെറുതാണ്. അവനെ സെല്ലാറിലാക്കി അമ്മയും എലോയിസും പോയതിൻ്റെ പിറ്റേന്ന് ഇറങ്ങി വരുമ്പോൾ കാണുന്ന കാഴ്ചയില്ലേ, അതുതന്നെയാണ് ജൂലിയും കാണുന്നത്. ഒരു കാര്യം ഒഴിച്ച് ആ മരിച്ചു കിടക്കുന്നവരെ മാൻ ഇൻ യെല്ലോ കടിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാഴ്ച കണ്ട് ജൂലി ജീവനം കൊണ്ടുപോടുന്ന സിറ്റുവേഷൻ ആകണം ഇത്. ചിലപ്പോൾ സീസൺ 4 പൈലറ്റ് എപ്പിസോഡിൽ മാൻ ഇൻ യെല്ലോ ജൂലിയോട് പറഞ്ഞില്ലേ, നമ്മളിങ്ങനെ സ്ഥിരം കാണുന്നത് നിർത്തണം, നീ ഇപ്പോൾ ഏത് കാലത്ത് നിന്നാണ് വരുന്നതെന്നൊക്കെ ചോദിച്ചിട്ട്. ആ ഒരു സീരീസ് ഓഫ് ഇവൻസിൻ്റെ തുടക്കമാകും ഈ ഒരു കണ്ടുമുട്ടൽ. ദാറ്റ് മീൻസ് ജൂലി മാൻ ഇൻ യെല്ലോ എന്ന എൻറ്റിറ്റിയെ ആദ്യമായി കാണാൻ പോകുന്ന ക്രൂഷ്യൽ മൊമെൻ്റ് ആയിരിക്കാം ഇത്. ഒരു കാര്യം, ഈ കാഴ്ച കണ്ട് ജൂലി തിരിച്ച് റൂയിൻസിലേക്ക് എത്തുമ്പോൾ അവൾക്ക് ടൗണിലെ നാട്ടുകാരോട് പറയാൻ ഒരു പുതിയ വാർത്ത കാണും. പകൽ സമയത്തും മോൺസ്റ്റേഴ്സ് ഇറങ്ങും എന്ന ഉറക്കം കെടുത്തുന്ന വാർത്ത. ഇവിടെ നമുക്ക് നിലവിൽ വ്യക്തമായ ഒരു കാര്യം, റൂയിൻസ് വഴി എവിടേക്ക് പോകണമെന്നത് ഇപ്പോഴും ജൂലിയുടെ കൺട്രോളിലല്ല. അവൾ റാൻഡലിനെ കൂട്ടിപ്പിടിച്ച് ഓരോ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതും 1978 പോകാൻ കഴിയുമെങ്കിൽ പിന്നെന്താ നൂറ്റാണ്ടുകൾ പിന്നോട്ട് പോയാൽ? എല്ലാത്തിൻ്റെ തുടക്കം ജെയ്ഡ് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിരിക്കുന്ന ആ ശാപത്തിൻ്റെ തുടക്കം ജൂലിക്ക് സാക്ഷ്യം വഹിക്കാനുള്ള സാധ്യത ഉണ്ടായാൽ രക്ഷപ്പെടാൻ വഴി കണ്ടെത്താനാകില്ല ഇവർക്കെല്ലാം. ജസ്റ്റ് ഒരു തോട്ട് മാത്രമാണ്, നമുക്ക് നോക്കാം. വിക്ടർ ആ മഞ്ഞ വസ്ത്രം കണ്ട് മുള്ളിയ ശേഷം മറക്കാൻ വേണ്ടിയിട്ട് മൂടിക്കളഞ്ഞ മാൻ ഇൻ യെല്ലോയുടെ പല ചിത്രങ്ങളെടുത്ത് ഹെൻറിയെ കാട്ടുന്നൊരു ഗ്ലിംസ് കാണാം. അതിൽ വിക്ടർ പറയുന്നത് എല്ലാവരെയും പോലെ കാറിൽ ഇവിടേക്ക് എത്തിയ ഒരാളാണ് മാൻ ഇൻ യെല്ലോ എന്നാണ്. മരിച്ചു കിടക്കുന്ന ആളുകളെ ഭക്ഷിക്കുകയാണെന്ന് പറയുമ്പോൾ അതാണ് ജൂലി കാണുന്നതും ഷോക്കായി ഓടുന്നതും. ഇവിടെ വിക്ടർ ഹെൻറിയെ കാട്ടുന്ന ആ ഡ്രോയിങ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ജൂലി മാത്രമല്ല ഈ ഭീകരകാഴ്ച കണ്ടത്, വിക്ടറും കണ്ടിരുന്നു. അവൻ്റെ ആ ഡ്രോയിങ്ങിൽ ബോട്ടിൽ ട്രീക്ക് അടുത്തായി കിടക്കുന്ന മിറാണ്ടയെ കടിച്ചു കിടന്ന മാൻ ഇൻ യെല്ലോ ആണുള്ളത്. ഒരുപക്ഷെ നമ്മൾ അന്ന് കണ്ടുപോലെ വിക്ടർ സെല്ലാറിൽ നിന്നിറങ്ങി ആ ബോഡികൾ കിടക്കുന്നിടത്തേക്ക് നിൽക്കവേ അവിടുന്ന് ഒരു നായ വന്ന് പിറകെ കൊണ്ടുപോയില്ലായിരുന്നോ? അത് ഈ ബോട്ടിൽ ട്രീക്ക് അടുത്തേക്കായിരുന്നു കാണും.
കാരണം വിക്ടറിന് ഇതുപോലൊരു ഡ്രോയിങ് വരയ്ക്കാനുള്ള ഓർമ്മ വരാൻ വേറെ വഴി എന്താണുള്ളത്? ഈ ഒരു ദാരുണ സംഭവം കേട്ട ഹെൻറി എന്നല്ല ഏതൊരു ഭർത്താവായാലും കരഞ്ഞു പോകും. മാനിനിയല്ലോ നമ്മൾ കരുതുന്നതിനേക്കാളും അറപ്പും വെറുപ്പും ഉളവാക്കുന്നതിനാണല്ലോ. എന്ന് പറയുമ്പോൾ ഇതവൻ്റെ ഭയപ്പാടാണ് അർത്ഥമാക്കുന്നത്. 1978 അവൻ നേരിൽ കണ്ട ആ കൂട്ടക്കൊല കാഴ്ച വീണ്ടും നടക്കാൻ പോവാണെന്നുള്ള ആ പേടി വിക്ടറിനുണ്ട്. അതാണ് ആ മഞ്ഞ വസ്ത്രം കാട്ടിൽ വെച്ച് കണ്ടപ്പോൾ അവൻ അത്രയധികം കൺട്രോൾ വിട്ട നിലയിലായതും. ഫ്രമിലി, അക്കോസ്റ്റയെക്കുറിച്ച് എനിക്ക് ചെറിയ ആശങ്കയുണ്ട് കേട്ടോ. ഈ പ്രൊമോയിൽ കാണാത്തതുകൊണ്ട് മാത്രമല്ല, ട്രെയിലറിലും മറ്റുമായി ബോയ്ഡ് അവളെ കൊണ്ടാക്കിയതായി കണ്ട ആ ഷെഡിലേക്ക് തിരിച്ച് അതിശയത്തോടെ വന്ന് നോക്കുകയും ഒരു ചുറ്റിയിലെടുത്ത് ഭിത്തി അടിച്ച് പൊളിക്കാൻ ശ്രമിക്കുന്നതൊക്കെയുണ്ട്. എന്തായിരിക്കും ഇതിന് പിന്നിലെ റീസൺ? മാത്രമല്ല സേറ അതിശയത്തോടെ തെരുവിലായി എന്തോ നോക്കി നിൽക്കുന്നുണ്ട്. പ്ലസ് മരിയൽ ഇത്ര ഭയപ്പാടോടെ ഓടി വരുന്നത് എന്ത് കണ്ടിട്ടാണ്? എന്തായാലും എപ്പിസോഡ് കണ്ടാലേ അതിൻ്റെ കാര്യം അറിയാൻ കഴിയുള്ളൂ. 3-ാം എപ്പിസോഡിൽ എല്ലിസ് പറയുന്നുണ്ട് അടുത്ത ദിവസം ഫുഡ് സപ്ലൈസിന് വേണ്ടി സെറ്റിൽമെൻറ്റിലേക്ക് പോകുന്നതിനെക്കുറിച്ച്. പക്ഷേ അവരോടൊപ്പം താബീത്തയും മീതനും എങ്ങനെ എത്തിച്ചേരുന്നു എന്ന് നമുക്ക് കണ്ടറിയാം. ആ കോലങ്ങളും റെഡ് സ്റ്റോൺസും ഒക്കെ ഇനി കാണുമ്പോൾ അവൾക്ക് വേറെ എന്തായാലും ഓർമ്മ വന്നാലോ എന്ന് വെച്ചിട്ടാകണം. എല്ലിസും സംഘവും അവിടെ പിടിച്ചു കിടക്കുന്ന പച്ചക്കറികൾക്കടുത്തായി പതിവില്ലാതെ കോലങ്ങൾ കിടക്കുന്നതായി കാണുന്നുണ്ട് ട്രെയിലറിൽ. ഇതൊക്കെയാണ് രാത്രി കുടിലേക്ക് ചാടി വന്ന് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നത്. അതൊക്കെ അവരെങ്ങനെ തരണം ചെയ്യുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതോ ആ കാട്ടിനുള്ളിലായി. സ്മൈലിയുടെ റീ എൻട്രിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരാരൊക്കെ? എൻ്റെ കൈ കൊണ്ട് എഴുന്നിട്ട് വീണ്ടും മുന്നിൽ വന്ന് എന്നെ നോക്കി കുഞ്ഞനെ കുത്തുന്നോ എന്ന പോലുണ്ട് കെന്നിയുടെ ഈ നിൽപ്പ്. രാത്രി അവൻ ഇത്ര ധൈര്യത്തോടെയും അരിശത്തോടെയും നിൽക്കണമെങ്കിൽ അത്രയ്ക്കും തിളച്ചു മറിഞ്ഞ അവസ്ഥയിലാണ് കെന്നി. ഞാൻ ആശങ്കപ്പെടുന്ന മറ്റൊന്ന് കോളനി ഹൗസിന് മുന്നിലെ ഈ ശവസംസ്കാരമാണ്. പൊതുവെ എല്ലാവരുടെയും ബോഡി കുഴിച്ചിടുകയാണ് അവിടെ ചെയ്യുന്നത്. പക്ഷേ ഇങ്ങനൊരു രീതിയിൽ ചുള്ളിയൊക്കെ വെച്ച് മൂടിക്കെട്ടി കത്തിക്കുന്നത് ആരെയായിരിക്കും? എന്തോ ഭീകരമായ സംഭവം നടക്കാൻ പോകുന്നുണ്ട്. എന്തായാലും പ്രൊമോ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഷൂട്ട് യുവർ തോട്ട്സ് മൈ ലവേഴ്സ്. അഭിപ്രായങ്ങളും വിമർശനങ്ങളും അറിയിക്കാൻ മറക്കണ്ട. നമുക്കപ്പോൾ മറ്റൊരു സ്പെഷ്യൽ വീഡിയോയുമായി വീണ്ടും കാത്തിരുന്ന് കാണാം.